കുക്കുവിൻ്റെ വീട്ടിലാണ്ട് കുക്കു എന്താ സാധനം എന്താ അവിടെ ഓൻ ഒറ്റയ്ക്ക് തിന്നാട്ടോ കറുത്ത കറുത്ത ഒറ്റയ്ക്ക് തിന്നാം. ഇത് കുക്കുവിൻ്റെ അമ്മ. ഇതിപ്പോൾ ട്രെയിൻ വരുവാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം ഇതാണ്. ഒന്ന് ഇതും ഒന്ന് അവിടെയും ഒന്ന് അവിടെ ഉണ്ട്. അങ്ങനെ 3 സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ. ഓ അവിടെ തന്നെ നിൽക്കുക, അടുത്തെടുക്കുക. പൊട്ടിക്കാൻ പോകട്ടോ. റെഡി അല്ലേ? റെഡിയാണ്. റെഡി. ഹായ് 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 ചെയ്യുമാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പം ഞാനുള്ളത് കുക്കുവിൻ്റെ നാട്ടിലാണ്. കുക്കുവിൻ്റെ നാട് കുളങ്ങര അല്ലേ. കുക്കുവിൻ്റെ വീടും കാര്യം കണ്ടല്ലോ. ഞാൻ എൻ്റെ വീടൊന്ന് കാണിച്ചു തരും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. കാണിച്ചു തരും ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി, നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ കുക്കുവിൻ്റെ വീട്ടിൽ വന്നാൽ അതെന്താ സാധനം ചോദിച്ചാൽ വലയാണ്. ഞങ്ങൾ പുഴയിലേക്ക് പോവുകയാണ്. നല്ല ചൂടല്ലേ, ചൂടാണ്. ചൂടുക്കുരു വരെ ഇവിടെ പൊന്തൽ തുടങ്ങി. ഞങ്ങൾക്ക് ചൂടുക്കുരു ഉണ്ടായോ? ചൂടുക്കുരു ഉണ്ടായി. അപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് റോഡ് കുക്കുവിൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ട് കുക്കുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഒരു ചെറിയൊരു ചാലല്ലേ? അതെ, അമ്മക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ കുറേ ചെറിയൊരു ചാലായിരുന്നു, ഇത്ര വലിയ വീതി ഇല്ലാത്ത. അപ്പോൾ കുക്കുവിൻ്റെ വീട്ടിലേക്ക്, കുക്കുവിൻ്റെ ഇതൊക്കെ കുക്കുവിൻ്റെ ബാക്കി തന്നെയാണ്. എല്ലാവരും ഇവിടെ എല്ലാവരും നിങ്ങളുടെ കുടുംബമല്ലേ? എല്ലാവരും ഒരു തമ്മിൽ കുടുംബമാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കുക്കുവിൻ്റെ വീട്. ഓക്കെ, കുക്കുവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുവാണ്. കുക്കുവിൻ്റെ വീട് ഞാൻ ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ എൻ്റെ വീട് ശരിക്കും. കുക്കുവിൻ്റെ അച്ഛനാണ്. അച്ഛനിപ്പോൾ ഇല്ല ആള്. കുക്കുവിൻ്റെ വീട്ടിലാണ്ട് കുക്കു എന്താ സാധനം എന്താ അവിടെ ഓൻ ഒറ്റയ്ക്ക് തിന്നാട്ടോ കറുത്ത കറുത്ത ഒറ്റയ്ക്ക് തിന്നാം. ഇത് കുക്കുവിൻ്റെ അമ്മ. ഇത് എന്താരാ? ഏട്ടൻ്റെ കുട്ടി, അതായത് വല്യച്ഛൻ്റെ, കുക്കുവിൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ കുട്ടിയാണ് ഈ കുട്ടി. അവൻ്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എത്രയിലാ? ഇനി 4ക്ക്. ഏത് സ്കൂളിലാ? ചേട്ടങ്ങാകുളം സ്കൂൾ അല്ലേ? ആമി വരൂ, വാ ആമി വന്നാനി വന്നോളൂ. ഇത് കുക്കുവിൻ്റെ വലിയ ഏട്ടൻ്റെ ചെറിയ മകൾ അല്ലേ. ഇത് കുക്കുവിൻ്റെ ഏടത്തിയമ്മ, അത് എൻ്റെ ഏടത്തിയമ്മ. ഞങ്ങളുടെ ഏടത്തി. കുക്കുവിൻ്റെ ഇവിടെ വേറെ ആരുള്ളത് വെച്ചാൽ വലിയ ഏട്ടനുണ്ട്. എവിടെ? ഇതാണ് കുക്കുവിൻ്റെ വീടിൻ്റെ കിച്ചൺ, അടുക്കള. ഇത് കുക്കുവിൻ്റെ വലിയ ഏട്ടൻ. ഇത് ഇവരൊക്കെ ഒരു അച്ചിൽ വാർത്ത പോലെ തന്നെ കേട്ടോ. ഒരാളെ കണ്ടാൽ തന്നെ മതിയല്ലേ. ഇത് എവിടുക്കാമ്മ ഞങ്ങളെ പിന്നാലെ നിൽക്കുന്നത്? ഇത് മാമ്മൂട്ടിനോ? മാമ്മൂട്ടിനോ? ഒരായി പറഞ്ഞാളെ, ഒരായി പറഞ്ഞാളെ. ഹായ്. അപ്പോൾ ഇതാണ് കുക്കുവിൻ്റെ വീട്. ഇനി കുക്കുവിൻ്റെ വീട് കണ്ടില്ല എന്ന് പറയരുതാരും. ഏതായാലും പോലെ. അപ്പോൾ ഇനി കുക്കുവിന് ഇനി 2 ഏട്ടന്മാരുണ്ടായില്ല. ഒരാൾ പണിക്കോ, ഒരാൾ എൻ്റെ നാട്ടിൽ തന്നെയാണല്ലേ. അപ്പോൾ അവരൊക്കെ പിന്നൊരു അവസരത്തിൽ കാണാം. ഇപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയല്ലേ. എന്നാൽ പോയാലോ ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ പോയി തരാമ്മ. ഓക്കേ, ടെട്ടെ ആമി ടാറ്റ ടാറ്റ. തള്ളവരല് മാത്രമേ ഇങ്ങനെ അണുങ്ങളുള്ളൂ. കാറൂത്തൊക്കെ അടിയാ എവിടെ? അതിന് ആ മുറിച്ച് നല്ലൊരു കണ്ടത് തന്നെയാ. എന്നാൽ പിന്നെ ഞങ്ങള് പുഴയിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഭയങ്കര വെയിലല്ലേ. നമ്മൾ ഓട്ടോ ലൈഫായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ട്രിപ്പ് കഴിഞ്ഞ്, ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇതേപോലെ ഒരു പുഴയിലൊക്കെ പോയി നാട്ടിൽ കൂടെ കുറച്ച് ദിവസം ഉണ്ടാകുമ്പോൾ നാടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യൽ. ഇനി നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് എടുക്കുക വെക്കും. കരിമ്പുഴയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കരിമ്പുഴ അല്ലേ? അല്ല, കുതിരപ്പുഴ. സോറി ഗൈസ്, കരിമ്പുഴ അല്ല, കുതിരപ്പുഴയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുതിരപ്പുഴയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അത് നടുവത്ത് ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയാണ് കാരാട് എന്ന് പറഞ്ഞത്. കാരാട്ടിലേക്കാണ് അപ്പം നമ്മൾ ആദ്യം പോകുന്നത്. എന്നാൽ പോയാലോ? പോയേക്കാം. ഇത് നമ്മുടെ ടാക്സി ആട്ടോ, നമ്മുടെ പ്രൈവറ്റ്. വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട് ആള്. ടാക്സി കാണാതെ ലുക്ക് എന്താ. കയറൂ. അങ്ങനെ നമ്മൾ കാരാട് എത്തിയിരിക്കുവാണ്. കാരാടിലെ ഒരു ചെറിയൊരു ടൗൺ ആട്ടോ. കാരാട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. തികച്ചും ഇവിടെയൊക്കെ ആളുകളൊക്കെ ഇപ്പോൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെ റെഡിയായി, കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളങ്ങനെ ഒരുങ്ങി വരുന്ന ഒരു ടൗണാണ്. അതൊരു പോക്കറ്റ് റോഡ്. ഇത് നേരെ പോകുന്നത് നിലമ്പൂരിലേക്കാണ് ഈ റോഡ്.
ഈ റോഡ് നേരെ പോകുന്ന നിലമ്പൂരിലേക്കാണ്. നമ്മളിവിടുന്ന് ആ കാറ് പോകുന്നത് പോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് ഇവിടുന്ന് കട്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞാൽ തികച്ചും നമ്മളുടെ നാട്ടിൻപുറം, നമ്മളുടെ നാട്ടിലെ ഗ്രാമവഴിയാണിത്. ഇതിൽ തന്നെ പോരുമ്പോൾ ധാരാളം വീടുകളാണ്. ഈ സൈഡിൽ നല്ല വീടുകളുണ്ട്. പിന്നെ റോഡൊന്നും അത്യാവശ്യം തിരക്കില്ലാത്ത റോഡുകളാണ്, കുഴപ്പമില്ല. പോക്കറ്റ് റോഡല്ലേ. പൊതുവേ നമ്മുടെ നാട്ടിലെ പോക്കറ്റ് റോഡുകളൊക്കെ സൈഡിലൂടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് നടന്നതുകൊണ്ട് റോട്ടിലൂടെയൊക്കെ പൊടി ചളി ഒക്കെ കയറി കിടക്കുവാണ്. അങ്ങനെ ഗ്രാമത്തിലൂടെ ഒരു 1/2 കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വണ്ടി നിർത്താനുള്ളൊരു സ്പേസ്, അതായത് റോഡ് അവസാനിക്കുവാണ്. ഇനി റോഡ് അവസാനിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മുന്നിൽ നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ ലൈനാണ് കിടക്കുന്നത്. റെയിൽവേ പാതയാണ്, കണ്ട റെയിൽവേ പാതയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വണ്ടി പോവുക ചോദിച്ചാൽ ഇതുവഴി കുറച്ച് ദൂരം കൂടി നമുക്ക് പോവാം. ഇതിലിങ്ങനെ ഇതിലൊക്കെ എന്താ വൈദ്യുതീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾക്ക് വണ്ടി നിർത്താൻ കുറച്ച് നല്ല തിരക്കേടില്ലാത്ത സ്ഥലം കിട്ടിയ സുഖമാണ്. ആകെ കുലുങ്ങും കേട്ടോ ഞങ്ങൾ. മോനെ വഴി ഒരു സംഭവമാണ്. ഏതായാലും കുറേ ദൂരം ഇത് പോകാൻ പറ്റുള്ളൂല്ലേ. ഇത് ഇവിടെ ഇങ്ങനെ ആ തല നേരം ഉണ്ടാവോ? നമുക്ക് ഇവിടെ നിർത്തിയാലോ? നമ്മളിവിടെ പോണവരെ പോയിക്കോട്ടെ അല്ലേ. കാരണം നമ്മൾക്ക് ഇവിടുന്ന് കുറേ നടക്കാണ്. കുറേ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ നടന്നു പോകാണ്ട് നമുക്ക്. അതാ ഇവിടെ നിർത്തേണ്ടി വരും നമ്മളുടെ വണ്ടി അല്ലേ. വണ്ടീൻ്റെ സൈഡ് കർട്ടൻ ഇടണം കേട്ടോ. സൈഡ് കർട്ടൻ ഇടണം. ഇത് കണ്ട നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ ലൈനാണ്, റെയിൽവേ പാതയാണ്. അവിടേക്ക് നമുക്ക് വരാം. അതിൻ്റെ മുമ്പ് നമ്മുടെ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളുടെ വണ്ടി പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടച്ചു പൂട്ടിയിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മൾ ഉള്ള നായക്കളൊക്കെ വരുമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ട അതൊക്കെ ഇപ്പോൾ വൈദ്യുതീകരിച്ചതാട്ടോ. ഇപ്പോൾ അധികമൊന്നും ആയില്ല ഇതിൽ സ്റ്റാർട്ടായിട്ട്. ഇപ്പോൾ ഏതാണ്ട് 2 മാസം കൊണ്ടൊക്കെയാണ് തോന്നുന്നത് റണ്ണായത് മര്യാദയ്ക്ക്. കണ്ട നിലമ്പൂർ ടു ഷൊർണൂർ പാതയാണത്. നമ്മൾ പോകേണ്ടത് അങ്ങോട്ട്. അതായത് ഇത് നിലമ്പൂർ സൈഡാണ്, ഇത് ഷൊർണൂർ സൈഡാണ്. 2 ഭാഗമല്ലല്ലോ, ഒറ്റ ടച്ചുള്ളത്. അതിങ്ങനെ തന്നെ ഒറ്റ ടച്ചേ ഉണ്ടാവുള്ളൂ. അല്ലാതെ 2 സൈഡൊന്നും ഉണ്ടാവില്ല. നമ്മൾ കണ്ടതൊക്കെ അവിടുന്ന് 2 ടച്ചല്ലേ അല്ലേ. ഇതേപോലെ തന്നെ ഈ പാത എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ ഷൊർണൂർ പാതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ഈ ഒരു റെയിൽവേ ലൈൻ കിട്ടാൻ ഒരു കാരണം അത് ബ്രിട്ടീഷുകാരാണ്. അതെ, ബ്രിട്ടീഷുകാർ കാരണമാണ് നമ്മൾക്ക് ഈ ഒരു പാത കിട്ടിയിട്ടുള്ളത്. അതിനും ഒരു കാരണമുണ്ട് പറയാൻ. കാരണമല്ല, ഈ റെയിൽവേ പാത വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു വരവോട് കൂടിയൊക്കെയാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു റെയിൽ പാത അല്ലേ. ട്രെയിനിൽ സഞ്ചരിച്ച് ഇന്ന് ഞങ്ങളിവിടെ നിലമ്പൂർക്കാരും വണ്ടൂർക്കാരും അതിനപ്പുറത്തേക്ക് പോയാൽ തൊടുവപ്പുറം, തൂവൂർ, പട്ടിക്കാടും എല്ലാവരും വലിയ നഗരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഈ നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ പാത എന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ട് പോരുമ്പോൾ തന്നെ കണ്ട ഇപ്പോൾ ഈ സൈഡൊക്കെ സത്യം പറഞ്ഞതൊരു ഫോറസ്റ്റ് വൈബ് ആണ്. പക്ഷേങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന റബ്ബറാണ്. ഇതും തന്നെ ഫോറസ്റ്റ് വൈബ്, പക്ഷേങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന റബ്ബറാണ്. നിലമ്പൂർ ടു ഷൊർണൂർ പാത എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലാണല്ലോ. ഏകദേശം ഈ പാത എന്നാണ് നിർമ്മിച്ചത് എനിക്കറിയാം. എന്തുകൊണ്ടത് ഒരാളെ കാരണം ഇപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അവരിപ്പോൾ എന്തിനു കൊണ്ടുവന്ന് എഴുതിയിട്ടാണ് തേക്ക് കൊണ്ടുവന്നു. കുക്കിന് സംഭവം കാര്യം അറിയാട്ടെ. ഏറെക്കുറെ ഇവിടെ എല്ലാവർക്കും ആ ഒരു കഥയൊക്കെ എല്ലാവർക്കും അറിയാം, തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. അതായത് 1840 ബ്രിട്ടീഷുകാർ നിലമ്പൂരിലൊരു തേക്കും തോട്ടം ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? 1840-കളിൽ നിലമ്പൂരിൽ തേക്കും തോട്ടം അവർ നിർമ്മിക്കുവാണ്. ആ ഒരു തേക്കും തോട്ടത്തിലേക്ക് വരാനും അവിടെ നിന്നും മറ്റുള്ള മരങ്ങളും തേക്കും ഒക്കെ കടത്തിക്കൊണ്ട് പോകാനും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പാതയാണ് ഈ പാത. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റബ്ബർ മുറിക്കാൻ. അതെ, ഇന്ന് റബ്ബർ മുറിക്കണ മാതിരി ഒരന്ന് ചെയ്തിരുന്നത് തേക്ക് കൊണ്ടുവരുന്നത് അത്തരത്തിലാണ്. ട്രെയിൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ പ്രധാന പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അതായത് 1923 മദ്രാസ്, ഷൊർണൂർ, മംഗലാപുരം പാത കൈകാര്യം ചെയ്തിരുന്ന സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി ഈ വനങ്ങളിൽ നിന്ന് മറ്റുള്ള നഗരങ്ങളിലേക്ക് അതുപോലെ തന്നെ നമ്മളുടെ പോർട്ടുകളിലേക്കൊക്കെ മരങ്ങളെ, ഈ തേക്കുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാതയാണത്.
മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് എന്താ അന്ന് സൗത്തേൺ റെയിൽവേയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ കരാറ് കൊടുക്കുകയാണ്, ഇത്തരത്തിൽ പാത നിർമ്മിക്കണം എന്ന് പറഞ്ഞാണ്ട്. ആ ഒരു കരാറ് കൊടുത്താണ്ടാണ് ഈ ഒരു പാത നിർമ്മിക്കുന്നത്. 1927 ഫെബ്രുവരി 3 ഷൊർണൂർ ടു അങ്ങാടിപ്പുറം പാത അവരുണ്ടാക്കി. ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് ഈ റെയിൽവേ പാതയുടെ പണി നടക്കുന്നത്. അറിയാം എനിക്ക്? 2 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാത നിർമ്മിക്കുന്നത് 1927 ഫെബ്രുവരി 3. അത് കഴിഞ്ഞിട്ട് പിന്നെ നിലമ്പൂർ ടു അങ്ങാടിപ്പുറം ടു വാണിയമ്പലം അത് 1927 ഓഗസ്റ്റ് 3. അങ്ങനെ 2 ഘട്ടത്തോടെ നിലമ്പൂരിലേക്ക് ഈ റെയിൽപാത എത്തുകയും അങ്ങനെ 1927 തന്നെ ഒക്ടോബർ 26 കൂടി മുഴുവനായിട്ടും ഈ റെയിൽവേ പാത മുഴുവനായിട്ട് നിർമ്മിച്ച് തീർന്നു എന്നാണ്. അതൊരു 1 വർഷം തന്നെ 1927 തന്നെയാണ് കണക്കുകളിൽ പറയുന്നത്. അതിന് മുഴുവനായിട്ട് കാര്യങ്ങൾ വ്യക്തത വരിക എന്ന് പറഞ്ഞാൽ അത്തരം ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരുപാടൊന്നും അറിയില്ല, കുറച്ചറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളൊരു പാലമാണ്. ഇത് ഈ കാണുന്നതാണ് ഏതാ പുഴ? അല്ല, ഈ പുഴയുടെ പേരെന്താ അറിയോ? കുതിരപ്പുഴയാണ്. കുതിരപ്പുഴ പാലമാണ് കഴിച്ചാണ്ടാ. ഇതൊക്കെ ആകെ തുരുമ്പാണല്ലേ. ഇപ്പം ട്രെയിൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ട്രെയിൻ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം നമ്മൾക്ക് അപ്പുറത്ത് കാണുന്നത് കണ്ടാ, ഇത് പുഴയാണ്, കുതിരപ്പുഴയാണ്. ഇതാ ഈ കാണുന്നത് പുഴയാണ്. പുഴയിലെവിടെ വെള്ളം? എവിടെ വെള്ളം? അവിടെയാണ് കണ്ടാ. നമ്മൾ ആ ഒരു സ്ഥലമാണ് ലക്ഷ്യം വെച്ച് വന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിലാണ് നമ്മൾ വല വയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലെങ്ങനെ ഇറങ്ങാറുന്നു, പക്ഷേ നമ്മൾ ഇറങ്ങുന്നത് അതിലെങ്ങനെ ഇറങ്ങാം നമുക്ക്. അതാ ഒന്നുകൂടി സുഖം. ഇത് അന്ത കാലത്ത് നിർമ്മിച്ചതാട്ടോ. പിന്നെ ഈ പാലത്തുമ്മക്ക് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും വേറൊരു പാലം നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ട്രെയിൻ വരുവാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം ഇതാണ്. ഒന്ന് ഇതും, ഒന്ന് അവിടെയും, ഒന്ന് അവിടെയുണ്ട്. അങ്ങനെ 3 സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങൾ പോകുന്നത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടാ കറക്റ്റ് ശ്രദ്ധിക്കുക. താഴത്തേക്ക് നോക്കിയാൽ നടക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് ഇതൊരു ഷീറ്റാണല്ലോ. ഈ ഒരു ഷീറ്റിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടുന്ന് കാണണ്ട. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പുഴയുടെ മേലെത്തി, നടുക്കെത്തിയിട്ടുണ്ട്. അതല്ല, നോക്കിക്കഴിഞ്ഞാൽ പുഴയുടെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലോ അല്ലേ? മീൻപിടുത്തല്ലോ എന്തോ ആണ്. ഏതായാലും വൈദ്യുതീകരണത്തിന് പോകാൻ വേണ്ടി ഇത് കുറച്ചുകൂടി വലുതാണല്ലേ. ഇതിമൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കോൺക്രീറ്റ് ആട്ടോ സംഭവം. ഇത് കോൺക്രീറ്റ് ആണേ. ഇതാണ്ട, ഇത് ഈ റെയിൽവേ ലൈന് പോകുന്ന ഇലക്ട്രിക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു ഹൈറ്റ് വേണ്ട. ഇതിപ്പോൾ നമ്മളെടുത്ത വർക്കാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊരു പണി ചെയ്തില്ല. പിന്നെ ഇതൊക്കെ തുരുമ്പായിട്ട് ഇതുകൂടെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പറയാൻ പറ്റില്ല അല്ലേ, അപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ്ട് അവിടെ അങ്ങനെ ആ ഒരു കൂടെ അതിലെങ്ങനെ മീൻ പിടിക്കല വലയൊക്കെ വെച്ച് സെറ്റായിട്ട് ഇവിടെ നല്ല രീതിയിൽ കുളിക്കാനൊക്കെ പറ്റും. നല്ല രസമാണ്. കുക്കു പോകണുണ്ടെങ്കിൽ ചാക്കൊക്കെ തോന്നിട്ട് കന്നാസാ. മഴ പെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഉണ്ടാവും. ഇതുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ഒരു പുഴയ്ക്കൊരു കുറുകെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുതിരപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുഴ ശരിക്കും തമിഴ്നാട്ടിലാണ് ഉത്ഭവിക്കുന്നത്. ഇതിന് മേലെ ഒരു പുഴയും കൂടി ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട്, കോട്ടപ്പുഴ എന്ന് പറയും. കോട്ടപ്പുഴയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. കോട്ടപ്പുഴയിൽ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിരുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മളതിലെ മേലെ കൂടെ അങ്ങനെ പോയിട്ട് എന്താണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നോക്കുവാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ കിണറാ, അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു അറിവില്ല. ആണല്ലേ, ഇത്രയും താഴേക്കുള്ളന്ന്. ഇതെന്താ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഇതിൽ അല്ലേ? ഇത് വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമാക്കി മാറ്റിയല്ലേ? തീർച്ചയായിട്ടും ഇതൊരു റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നിലമ്പൂർ ടു ഷൊർണൂർ പാതയിൽ നിലമ്പൂരിനെ ഷൊർണൂരിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലായിട്ട് 10 സ്റ്റോപ്പുകൾ വേറെ ഉണ്ട്. ആ 10 സ്റ്റോപ്പുകൾ ചെറിയ 10 സ്റ്റോപ്പുകൾ ഉണ്ട്. അതിലൊരു ഞങ്ങളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വാണിയമ്പലമാണ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയതാണ്. എന്താ പാലത്തിൻ്റെ ചുവട്ടിലേക്ക്. ഇവിടെയൊക്കെ ധാരാളം മരങ്ങൾ പൊട്ടി വീണ് ഒക്കെ കിടക്കുവാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കിൽ ധാരാളം മരങ്ങളാണ് മുറിച്ചത് കേട്ടോ. പിന്നെ ഒരുപാട് കാലത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലെ ഡീസൽ വണ്ടി എത്രയും കാലം ഓടിയിരുന്നത്. അപ്പോൾ അതൊന്ന് വൈദ്യുതീകരിക്കണം എന്നുള്ളത്, അതും സാധിച്ചു. ഏതായാലും ഞങ്ങളങ്ങനെ നദിക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നദിക്കരയിലേക്ക് എത്തിയില്ലേ, നമ്മൾ അതിലാണ് പോകണ്ടേ, അതിൽ വഴിയുണ്ട്. ഇപ്പം എന്താ ചാടി ഇറങ്ങി ഇത്ര അങ്ങനെ ആയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിലെ പോയിട്ട് അതിലെങ്ങനെ ഇറങ്ങണം, ഇതൊക്കെ ഇതിലെ പോയിട്ട് അതിലെങ്ങനെ ഇറങ്ങണം വേണ്ടല്ലേ. ഓ കണ്ടാ പാലത്തിൻ്റെ ചുവട്ടിലെത്തി. നമ്മൾ അതിൽ വെറുതെ പോയി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. പാലത്തിൻ്റെ ചുവട്ടിലെത്തി. പാലത്തിന് ഇത്രയും കാലം വർഷം ഇതിവിടെ നിലനിന്നിട്ടും കണ്ട കരിങ്കല്ലാണത്. കരിങ്കല്ല് നല്ല കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കരിങ്കല്ലുകളാണ്. ഫില്ലറുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കാലമാണ്. അതിനെ എങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്, പുകഴ്ത്തി പറയല്ല ഉള്ള കാര്യം പറയല്ല. അപ്പോൾ ഇതിന് ഇപ്പോൾ വെള്ളം വരുന്ന സ്ഥലം ഇതാണല്ലോ, സൈഡ് ഇതാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന്. അവിടെ എവിടെയെങ്കിലും ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് ഇതിന്. എന്താ അതിൻ്റെയൊക്കെ ഒരു പവർ. അപ്പം ഞാൻ അതാലോചിക്കണേ, ഇതുണ്ടായതുകൊണ്ട് കേട്ടോ. നമ്മളിന്ന് എത്ര നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എന്താ ഇത് സാധ്യമാവുന്നില്ല അല്ലേ. സാധ്യമാവാത്ത കേസൊന്നല്ല, സാധ്യമാക്കുന്നില്ല. ഇതാണ് ഞാൻ മേലിന് കാണിച്ചതെന്ന്. ചെറിയൊരു കെട്ട് ഇതിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇതുമൊക്കെ പോലും വെള്ളം ഇല്ല. അത്രത്തോളം പുഴ വറ്റിയിട്ടുണ്ട്. ഈ പുഴ എന്ന് പറയുന്നത് ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ്. ചാലിയാറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒരു പോഷക നദിയാണ് ഈ ഒരു നദി എന്ന് പറയുന്നത്. ഈ നദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. നീലഗിരി മേലെ മൗണ്ടൈനിന് മുകുർജി നാഷണൽ പാർക്കിൽ നിന്നും ഉത്ഭവിച്ച് എത്രയോ കിലോമീറ്ററുകൾ താണ്ടി വരുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ കുതിരപ്പുഴയിലൊക്കെ ധാരാളം സ്വർണ്ണങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നോക്കുക. സ്വർണം തരിച്ചു നോക്കണോ, ഇതിലുണ്ടാവും. തികച്ചും ഫോറസ്റ്റിലൂടെ കാട്ടിലൂടെ മാത്രം ഒഴുകി വരുന്ന, അതായത് മുകുർജി നാഷണൽ പാർക്കിൽ അപ്പർ ഭവാനി എന്ന് പറയുന്ന വലിയൊരു തടാകമുണ്ട്, വലിയൊരു അണയുണ്ട്. ആ ഒരു അണയിൽ നിന്നും വരുന്ന ചെറിയൊരു നീർച്ചോലയായിട്ട് നമ്മളുടെ ഈ നാഷണൽ പാർക്കിൻ്റെ ഈ സൈഡിലേക്ക്, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഒഴുകി എത്തുന്ന ഒരു നദിയാണ്. ആ നദിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആ പാറയിലിരിക്കുന്നത്. കണ്ട, നമ്മൾ വല വയ്ക്കാൻ പോകുന്നത് ഇതിവിടുന്ന് അങ്ങനെ അതിലങ്ങനെ വെക്കും നമ്മൾ. ആ സൈഡ് അങ്ങനെ, അതായത് ഇവിടുന്ന് ഇങ്ങനെ ആട്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ആട്ടിയിട്ട് അങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചാൽ നമുക്ക് വലുതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ റെഡി ആയാലോ? റെഡി ആവാൻ നോക്കാം. കല്ലുമ്മക്കായല്ലേ, കല്ലുമ്മക്കായ വേറെയാണ്, ഇത് കക്കയാണ്. അപ്പോൾ ഇതിനകത്തുണ്ട് ഇഷ്ടം പോലെ. ഇതിവിടെ ഇതിവിടെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിലുണ്ടാവും സാധനം ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങളപ്പോൾ അതിലെങ്ങനെ വല വെക്കാൻ നോക്കട്ടെ കേട്ടോ. ഇതിലെ ട്രെയിന് പോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും അവർക്കും ഞങ്ങൾക്കും. നമുക്ക് അതിൻ്റെ ഭാഗ്യം ഉണ്ടാവുമോ എന്നറിയില്ല, നോക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ പ്രളയമായ ടൈമത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വെള്ളമാവും കേട്ടോ. അതിലെ റബ്ബർ നോട്ടത്തിൽ കൂടെ ഇതിൻ്റെ പകുതി വരെയൊക്കെ വെള്ളം കയറും. ഇപ്പോൾ ഈ കാണുന്ന ഈ ഉണക്കം നോക്കണ്ട, മഴ പെയ്താലേ സംഭവം. മഴ പെയ്താൽ ആൾ ഡബിൾ ഓക്കെയാണത്. നമുക്ക് ഇറങ്ങി നോക്കിയാലോ, വല എടുക്കും. വെള്ളത്തിൻ്റെ അവസ്ഥ തണുപ്പാണോ ചൂടാണോ എന്ന് ചോദിച്ചാൽ മേൽഭാഗം ചൂട് തന്നെയാണ്, തണുപ്പ് അറിയാവുന്നില്ല. നോക്കുമോ, ഇതിനെ ഒഴുകാതെ കിടക്കുന്ന ഇവിടെ എന്ത് തണുപ്പുണ്ടാവാനാണ്. പിന്നെ അത്ര വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. നമുക്കെന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു പാറ കാണുന്നുണ്ട്. ഈ പാറയുടെ അടുത്തേക്ക് എത്തിയിട്ട് വേണം പ്ലേസ് നിശ്ചയിക്കുക. കുണ്ട, അവിടെ ചെറിയൊരു കുണ്ടുണ്ട്. ഒരു പാറയാണത്. നമ്മളിപ്പോൾ ഒരു പാറയിലൂടെ പോകണം. താഴത്തേക്ക് തീരെ കാണുന്നില്ല, ക്ലിയർ വളരെ കുറവാണ് വെള്ളത്തിന്. കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പാറയിലേക്ക് എത്തണം. അവിടേക്ക് എത്തുന്തോറും ആയം കൂടുകയാണല്ലോ. ആയം കൂടുക പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര വലിയ വശമെങ്കിൽ പോകേണ്ട ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഇവിടുന്ന് ഇതൊന്നും നമുക്ക് അത്ര വലിയ ആയമൊന്നുമില്ല. പക്ഷേ വെള്ളത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. വെള്ളത്തെ എപ്പോഴും നമ്മളൊരു ചതിയനായിട്ട് തന്നെ കണക്കാക്കണം. വെള്ളം ഏത് നിമിഷവും നമ്മളെ സൈസാക്കും. അതായത് ഇവിടെ ഒരു പാറയുണ്ട്, നമുക്ക് ഇറങ്ങി നിൽക്കാം. പക്ഷേ ഇതിൽ വഴുക്കലാണ്, ശ്രദ്ധിക്കണ്ടോ, വഴുക്കലുണ്ട് ഇതിന്. കാണുന്നതൊക്കെ വഴുക്കലാണ്. അതായത് ഇത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു കുണ്ടിന് നമ്മളുടെ റേസ് പറഞ്ഞ പ്രകാരം, റേസ് ആണ് എൻ്റെ ഫ്രണ്ടാണ്, അവരൊക്കെയാണ് അധികം വലയായിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലോ, സെൻറ്ററിൽ നിന്ന് അങ്ങനെ ആട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. അതാണ് അവൻ പറഞ്ഞത്, മനസ്സിലായോ? ആ പ്രകാരം പോയിക്കോ.
കോട്ടയുണ്ട്. ജ്യൂസ് ഇവിടെ എത്ര കിടക്കണേ? കുക്കും അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുക്ക് താണ്ട് ഏകദേശം സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാ. സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനിയും വല ബാക്കിയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ സെൻറ്ററിൽ നിന്ന് അങ്ങനെ മൂട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരണം അതിൻ്റെ പറ്റിലേക്ക്. ഞാൻ ഇവിടെ വല അങ്ങനെ ലൂസായി കൊടുക്കുവാണ്. ഇനി ഞാൻ കുറച്ച് നേരം അതിനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടുപ്പിക്കൽ എൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്താലേ മീൻ കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, പ്രാവശ്യം നമ്മൾ ലാസ്റ്റിക്ക് വല എടുക്കുള്ളൂ കേട്ടോ. ഒരുപാട് സമയത്തിന് ശേഷം വല എടുക്കുള്ളൂ. നോക്കാം നമുക്ക് തിരുപ്രാവശ്യം എന്തെങ്കിലും കിട്ടണം. ഓക്കെ നീ കുറച്ചുകൂടി നേരം കിട്ടോ, എന്നിട്ട് ആരും അടുപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വല ഫുള്ളായിട്ടുണ്ട്. ഇനി ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ഇത് ആ ഒരു അരുവിക്ക് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ വല അതിലങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. കുക്കൂടെ മുങ്ങിക്കളിക്കുന്നു. ഒരു ട്രെയിന് പോയിട്ടോ. പക്ഷേ ഞാൻ വല വെക്കുന്ന സമയമായിരുന്നു. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് ഒരു വണ്ടി പോയി അല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി വെച്ച് അവിടെ കുളിക്കാർ വന്നിട്ടുണ്ട്. കുളിക്കാർ ഈ നേരത്തെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആളുകളാട്ടോ വന്നിട്ടുള്ളത്. പാലത്തിൻ്റെ മേലൊക്കെ ആളുകളുണ്ട്. ഞങ്ങളെപ്പോലെ വീണ്ടും മീൻ പിടുത്തക്കാരുണ്ട്. അതുകൊണ്ട് അയിലൊക്കെ അല്ലേ, അവിടെയൊക്കെ മീൻ പിടുത്തക്കാരുണ്ട്. എങ്കടാ മീൻ എങ്കടാ ഇറാ പരലാണ്. ഒന്നേ ഉള്ളൂ. ഒരു 3-4 കിട്ടിയെന്നല്ലോ. 2 3 അവിടെ 1 4 പരല്. വേറൊരാളും കൂടി ഇല്ലേനോ? പോയോ? പരൽ മീൻ 4 കിട്ടിയിട്ടുണ്ട്. ഓരോക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. വേറെ പിടുത്തക്കാരുണ്ട് അവിടെ. ഓരോക്കെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുമോ? ഓർക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പോലെയല്ല. പരൽ നന്നാക്കാം. ഞങ്ങളെ നാട്ടിലേക്ക് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കത്തിയൊന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കല്ലിലൊക്കെ ഇട്ടങ്ങനെ വരുത്തിയിട്ടാണ് പാര് കളയുക. കണ്ടോ, നല്ല വൃത്തിയായി സാധനം. പിന്നെന്താ വെച്ചാൽ കല്ലിടുമ്പിലൊക്കെ നീ എന്നോട് കളിച്ചാൽ അല്ലേ തല നമ്മൾ ഒഴിവാക്കണം. പക്ഷേ ഇപ്രാവശ്യത്തെ നമ്മളെ ചുടൽ സാധാരണ പോലെ കഴിഞ്ഞ പ്രാവശ്യം ചുട്ട പോലെയല്ല. ഇപ്രാവശ്യത്തെ നമ്മുടെ ചുടൽ എന്ന് പറഞ്ഞാൽ മത്തൻ്റെ ഇലയിലെ ഒരു പരിപാടിയാണ്. മത്തൻ്റെ ഇലയിൽ ചുട കേട്ടുക്കണോ, ചെയ്തുക്കണോ ഇല്ലെങ്കിൽ കാണിച്ചു തരണ്ടേ. കാരണം എന്താ, നമുക്കിതിപ്പോൾ 4 മീനുള്ളൂ. ഈ 4 മീൻ കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനിയൊരു 3 കൂടി അല്ലേ, 4 8 കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഒരു 4 കൂടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ ചുട്ടേൻ്റെ സുഖം കിട്ടി തിന്നാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴേക്ക് ഇത് 4 കിട്ടിയത് നന്നാക്കി വെച്ചാൽ അത്രയും പണി കുറയില്ലേ, അതാണ് പണി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം നോക്കിയല്ലേ. 2ാം പ്രാവശ്യം മീൻ കിട്ടിയില്ലേ, കൊണ്ടുപോവാ. മീൻ വരട്ടെ 2 പ്രാവശ്യം നോക്കി. 2 പ്രാവശ്യം ഫസ്റ്റത്തെ പ്രാവശ്യം 5 മീൻ കിട്ടിയെന്ന് 1 മീൻ മിസ്സായിപ്പോയി. ഇപ്രാവശ്യം നമുക്ക് എത്ര കിട്ടി? 2 4 6 കിട്ടിയോ അല്ലേ? 2 4 6 കുറച്ചില്ലേ? 7 ഓ 1 ഏറെ അല്ല കളിയിൽ. കുഴപ്പമില്ല. ഇനി നമ്മളുടെ പരിപാടി എന്താ വെച്ചാൽ ഒരു ചെറിയൊരു അടുപ്പുണ്ടാക്കിയിട്ട് അതിന് വേണ്ട വറകും കാര്യമൊക്കെ സെറ്റാക്കണം. ഞാൻ അതിൻ്റെ വറകും കാര്യം അടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ചപ്പത്തിന് ഇത് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൻ ആ പണിയാണെങ്കിൽ എനിക്ക് ഈ പണിയാണ്. ഞാൻ അതിന് വേണ്ട സാമഗ്രികൾ തപ്പട്ടെ. സാമഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വലിയ 2-3 കല്ലിടണം. നമ്മൾ മത്തൻ്റെ ഇലയിൽ ചൂടാനാണ് പോകുന്നത്. ചൂടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴി ആണ് വേണ്ടത് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ അടുപ്പല്ല ഉണ്ടാക്കുന്നത്. ഒരു കുഴി, ഇവിടെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ നമ്മൾ വിറക് വെച്ച് കത്തിക്കാനാണ് പോകുന്നത്. അങ്ങനെയുള്ള ഏരിയയാണ്. നമ്മൾ പോയത് എത്ര അടുത്താണ് ഈ പരിപാടി ചെയ്യുന്നത്. നാട്ട് മാറ്റിയൊക്കെ ചെയ്യാം, പക്ഷേ എങ്കിൽ ഇവിടെ ഇട്ട് ചുടുന്ന സുഖം കിട്ടില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു സുഖം. ഉണ്ടാ ഇപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇഷ്ടംപോലെ ആളുകളാണ് കേട്ടോ പാലത്തിൻ്റെ മേലെ കൂടെയൊക്കെ വരുന്നത്. ഇനി ട്രെയിൻ 7:05 7:20 ഉള്ളൂ ഇനി ട്രെയിന്. അപ്പോൾ അതുവരെ നമ്മൾക്ക് ആ ഒരു വ്യൂ, അത് നേരത്തെ ആ ട്രെയിൻ പോയില്ലേ അപ്പോഴേ മിസ്സായി പോയിട്ടോ. നമുക്ക് കിട്ടില്ല, കിട്ടായി ഒന്നുമില്ല. നമ്മൾ ആ നേരത്തെ ഞാൻ എന്താണ് ട്രെയിന് ഇരുടാവില്ലേ, ഇരുടാവുക എന്താ നോക്കാം നമുക്ക്. അതായത് ഞാൻ അടുപ്പ് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മളുടെ
കിച്ചൺ അടുപ്പ് ചൂടാനുള്ള സെറ്റപ്പ് എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾക്ക് നമ്മുടെ മത്തൻ്റെ ഇല ഉണ്ടല്ലോ, മത്തൻ്റെ ഇലയിൽ മസാലയൊക്കെ ഇട്ട് മീനിനൊക്കെ ഒന്ന് മസാല പിടിപ്പിക്കണം. മത്തൻ്റെ ഇലയൊക്കെ എടുത്തുണ്ട്. മത്തൻ്റെ ഇലയിൽ മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് വേറെ വൈബാണ്. വേണ്ട മത്തൻ്റെ ഇല, അതായത് നേരത്തെ നമ്മൾ എടുത്തിരുന്ന മീൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, ഇനി മത്തൻ്റെ ഇല ഇതുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഞാൻ ചെറിയൊരു മസാല എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുഴയിലേക്ക് പോകുന്നപ്പോൾ മസാല ഒന്നും കൊണ്ടുവരാതാണ്. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അങ്ങനെയല്ല, മസാല കൊണ്ടുവന്ന് പോകാൻ സെറ്റപ്പാണ്. എന്തായി കഴുകി കഴിഞ്ഞോ? സെറ്റായോ? സെറ്റാണ്, സെറ്റായിക്കൊണ്ടിരിക്കുള്ളൂ. മൊത്തം നമ്മുടെ കയ്യിൽ 6 ഇലയാണുള്ളത്. 6 അതാണ്ടാ നല്ല മത്തൻ്റെ ഇലയാണ്. അത് വാടിപ്പോയി, നമ്മൾ പറിച്ചിട്ട് വാടിപ്പോയി. അപ്പോൾ ഇത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ 3 എണ്ണം കുക്കുവിനും 3 എണ്ണം എനിക്കും. ആ തരത്തിൽ ഇത് കഴുകി എടുക്കണം. കഴുകി എടുത്തിട്ട് നമുക്കിതിൽ മസാലയൊക്കെ എടുത്ത് മീൻ പിടിപ്പിക്കാം. ഗൈസ്, നമ്മൾ നിന്നിരുന്ന ഫസ്റ്റ് പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു. നമ്മൾക്ക് അവിടെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ വേറെ സ്ഥലം, നല്ലൊരു പൂമരമാണത്, ഇവിടെ ഒരു മുളയാണ്. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഇവിടെ സെറ്റാക്കിയാലോ? ഇവിടെ എങ്ങനെ ഇവിടെ സെറ്റാക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ അടുപ്പ് ഇത് കത്തിക്കണം. ഇത് കത്തിച്ചിട്ട് കനൽ വേണം, നന്നായിട്ട് കനൽ വേണം. അപ്പോൾ ആ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് മസാല ചേർക്കുന്നത്. ഞാൻ അവിടെ നിന്ന് മസാല ചേർക്കാമെന്നൊക്കെ എഴുതിയാൽ, പക്ഷേ എങ്കിൽ അതിന് സാധിച്ചില്ലല്ലോ. അപ്പോൾ നൈസായിട്ട് നമ്മളുടെ അടുപ്പിന് തീ കൊടുക്കാൻ വേണ്ടി പോവാട് അല്ലേ, അടുപ്പിന് തീ കൊടുക്കാൻ വേണ്ടി പോവാട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നോളൂ. ഇനി നമ്മളുടെ പരിപാടി മസാല ചേർക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഇല എക്സ്ട്രാ എടുത്തിരുന്നു, അത് ഇവിടെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് മീനുകളെ വയ്ക്കാം. എന്നിട്ട് 3 ഇല എടുക്കുക. ഇത് 1 2 3 ഇലയാണിത്. ഇത് 1 2 3 ഇലയാണ്. ഓക്കെ, സെറ്റല്ലേ? തീ അവിടെ നല്ല കത്തിലത്തുണ്ട് കേട്ടോ. ആവശ്യാനുസരണം മുളക് കിടന്നോട്ടെ അല്ലേ, ആകെയുള്ള ടേസ്റ്റ് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ അതൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഈ ഇലയിൽ തന്നെ വെക്കുക. അടുത്ത വെക്കുക, അവിടെ തന്നെ വെക്കുക, അടുത്തെടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഒരു മീൻ ഉണ്ടാവുക. അതിനെങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ എടുക്കും. എന്നിട്ട് അടുത്ത ഇലയിലും ഇതേ പരിപാടിയാണ്. ഈ ലാസ്റ്റ് വെക്കുന്ന ഈ ഇല കരിഞ്ഞു പോകില്ലേ? ഓക്കെ, ഇതിങ്ങനെയൊക്കെ ചെയ്ത് ചെറിയൊരു കെട്ട് കെട്ടണത്. ഇനി നമ്മളുടെ പരിപാടി ഇതുപോലത്തെ ഒരു വള്ളി വെച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം അല്ലേ. ഇതൊക്കെ പണ്ട് ഒരുപാട് പ്രാവശ്യം തോട്ടിലും പാടത്തൊക്കെ നടന്നെന്ന് ചെയ്തിരുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങളാരിലൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ അല്ലേ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യാം. അപ്പം അങ്ങനെ 2 കിഴിയുണ്ട്. നമ്മുടെ തീ അത്യാവശ്യം നല്ല രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. കത്തുന്നുണ്ട്, പവറായി, തീ പവറായി. ഇനി നമ്മുടെ പരിപാടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിഴി ഇതിലേക്ക് വെക്കണം. ഇതൊക്കെ ഇതാണ് നമ്മൾ 2 കിഴി ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ വെക്കാനൊരു ചെറിയ ഒരു കിഴി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേഗട്ടെ. സംഭവം നമ്മളുടെ മീൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും കുറച്ചേരം കൂടി കിടക്കട്ടെ, ഇലപ്പം ഇങ്ങനെ ഉണങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ കോലം കണ്ടങ്ങൾ അത് ആകെ കരിക്കാട്ടയായി. ഇതെന്താകും അറിയാം കേട്ടോ, ഇതാകെ പൊളിഞ്ഞാടുന്നൊക്കെ തോന്നുന്നുണ്ട്. ഇത് മറ്റേ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി അയക്കോ, അതിൽ ചിക്കൻ കണ്ടീരാറത് പോലെ ആകും ഇതിൻ്റെ അവസ്ഥ. ഇതും തന്നെ ആകെ പണി പോകണം. ഇതിലെ എവിടെ കളിയാ, നമുക്ക് ആകെ കരിയാണ്. ഇതൊക്കെ നോക്കാം. ഒന്ന് ഇതാണല്ലേ,
അല്ലേ ഇതാകെ കരിക്കട്ടയോ ആട്ടാ നമ്മളെ പരിപാടി പദ്ധതിയൊക്കെ പോളിടാവും തോമസ്. ഇല്ല അപ്പോൾ കനലവിടെ ബാക്കി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സംഭവം ഇതാണ്. ഒന്നിത് ചൂടൊന്നും വല്ലാതെ ഉണ്ടാവില്ല. ലാസ്റ്റ് ഇലയിലേക്ക് വെച്ചാൽ പൊട്ടിക്കാൻ പോകട്ടോ. റെഡി അല്ലേ? റെഡിയാണ്. റെഡി എന്താ അവസ്ഥ? മസാല ഒക്കെ പച്ചയ്ക്ക് കിടക്കണം. പക്ഷേ ഇത് മീൻ നന്നായിട്ട് വെന്തുണ്ട്. എന്തില്ലേ? ആ ഓ ഉണ്ടോ, മീൻ നന്നായിട്ട് വെന്തുണ്ട്. ഉണ്ടോ? ഓ നല്ല ചൂട്. നല്ല ചൂടുണ്ടല്ലോ. തിന്നോ കേട്ടോ. ഉണ്ട്. എൻ്റെ മോനെ നല്ല എരുണ്ടല്ലേ? മുളകും പൊടിയിട്ട് ഏറിയിട്ട് ചെയ്ത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മുളകും ചമ്മന്തി ആയിട്ടുള്ളൂ. മുളക് ഏറിയിരിക്കണത് ഏറിയാൻ കുഴപ്പമില്ല. മുളക് ഏറിയുണ്ട്, പക്ഷെ എന്നാലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഈ മസാല മാത്രമേ വേവാത്തുള്ളൂ. വേകേണ്ട ആവശ്യമില്ലല്ലോ, മുളകും പൊടിയൊക്കെ അല്ലേ. വെള്ളം കൂടി മീൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കീ ഞാൻ തൊട്ടില്ല, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം. മീൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. അത് ശരിക്കും കരിഞ്ഞ ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് മീനിൻ്റെ ഒരു ഭാഗമാണോ? ഇത് ഒഴിവാക്കണ്ട. ഒന്നും ഒഴിവാക്കില്ല. ഇൻ്റെത് കഴിഞ്ഞു. ഇനി ഇത് കുക്കൂൻ്റെയാണ്. ഇനി ഇത് ഞാൻ തിന്ന് കഴിഞ്ഞാൽ ഓനെ പൊട്ടിക്കും. കഴിച്ചു നോക്കാം. എടുത്തോ, മൊത്തം എടുക്കുക. അങ്ങനത്തെ തിന്നടാ, ഇലടക്കം. അടിപൊളിയാ അല്ലേ? പണ്ടത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ തോട്ടും പറ്റിൽ ഇരുന്നാണ്ട് ഇതുപോലെ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടും പറ്റിൽ ഇരുന്ന് ചെയ്തതായിരുന്നത്. നല്ല വെന്തുണ്ട് താനേ, സ്റ്റാറായിട്ട് വെന്തിട്ടുണ്ട്. അല്ലേ? അടിപൊളി. അത് ചെറിയൊരു പരിപാടിയാണ്. ഞങ്ങളെന്താ വെച്ചാൽ പണ്ട് തോട്ടിൽ നിന്നൊക്കെ മീൻ പിടിക്കുമ്പോൾ ഞാനും കുക്കും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെയ്തിരുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇപ്പോൾ ഇതൊന്നും ആരും ചെയ്യാറില്ല. ഞങ്ങളും ഇതിൻ്റെ ഒരു ടച്ചൊക്കെ വിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മുടെ വല നോക്കണം. വല നോക്കിയിട്ട് അതിൽ മീനുള്ളത് ബാക്കിയുള്ളത് കൊണ്ടുപോകണം അല്ലേ? കൊണ്ടുപോകല്ലേ? അപ്പോൾ അതിൽ ഒരുപാട് മീൻ ഉണ്ടാവും. എന്നാൽ പിന്നെ അവിടെ പോയേക്കല്ലേ? നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അവിടെ പോയേക്കാം. നമ്മുടെ അടുപ്പിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. കനലൊന്നും പാറിപ്പോയരുത്. അതിലൊക്കെ പാറിപ്പോയി കഴിഞ്ഞാൽ ഉണങ്ങി കിടക്കുകയാണ്. മൊത്തത്തിൽ കാട്ടുതീ പോലെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും വന്ന് ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ തീയൊക്കെ ഒന്ന് കെടുത്തിയിട്ട് നല്ല രീതിയിൽ തിരിച്ചു പോകാൻ ശ്രമിക്കുക. ഞങ്ങളോട് പോയോട്ടോ. മുക്കുവന്മാർ വരുന്നുണ്ട്. അതെ, സംഭവത്തിൽ ലാസ്റ്റ് എടുക്കല് നേരത്തെ ഇതിലുണ്ട്. കൂടെ കൂടെ ഉണ്ട്. അവിടെ ഇതൊക്കെ മീനാണ്. മീനുണ്ട്. ഇതാണ്ടോ, ഇത് മീനാണ്. ഇതിലൊക്കെ ഉണ്ട് മീൻ. പിന്നുണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട്. വലിയ വലിയ വിരൽ തന്നെയാണ് കേട്ടോ. പുഴയിലിപ്പോൾ ആരും ഇല്ല കേട്ടോ. കൂരിട്ടാണ് ഇവിടെ. കുക്കു ഞങ്ങൾക്ക് കിട്ടിയുള്ള കുറച്ച് മീൻ ഇങ്ങനെ പോർക്കാണ്, കോമ്പലയാക്കുകയാണല്ല. കോമ്പലൊന്ന് ഒരു കോലം കിട്ടിയിട്ടാണ് കണ്ട. കോലം കുഴപ്പമില്ല. ആ കോമ്പൽ നോക്കിയാൽ അങ്ങനെ കോമ്പലയാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിഷ്വൽ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളുടെ പാലമാണ്, ബ്രിഡ്ജാണ്. അതിലൂടെ ഇപ്പോൾ ട്രെയിൻ വരും. അതിൻ്റെ മേലെ 1-2 പിള്ളേർ നിൽക്കുന്നുണ്ട്. അതിലെപ്പോൾ ട്രെയിൻ വരും. അതെ, അതാ ലൈറ്റ് വന്നു. ആർക്കാ ഒന്നും അറിയില്ല. ചെങ്ങന്മാരെ മീൻ പിടിച്ച് സമയം 8:15 ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി. ലാസ്റ്റ് കിട്ടിയിരുന്ന മീനടക്കോ അതാണ് നമ്മൾക്ക് കിട്ടിയത്. ലാസ്റ്റ് മീൻ നമ്മൾ ചുട്ട് തിന്ന മീൻ അടക്കം കൂട്ടുവാണെങ്കിൽ തിരക്കുള്ള നല്ലൊരു തിരക്കുള്ള മീൻ കിട്ടി നമ്മളെ.
പിന്നെ രാത്രിയിലാണ് വലയിലൊക്കെ മീൻ അധികം കയറാം. നമ്മൾ ഈ രാത്രി ഇങ്ങോട്ട് പോരല്ലേ, ശരിക്കും ഒരു 9 മണി വരെയൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മീൻ പിടിച്ചിട്ടൊക്കെ പോരാം. ഏതായാലും ഞങ്ങൾ കുക്കുവിൻ്റെ നാട്ടിലേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടാ അവിടെ കുക്കുവിൻ്റെ വീടുള്ളത്. ഇനി ഞാനങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്, കുക്കുവിനോട് ഇറക്കി പോവുകയാണ് ഞാൻ. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ. ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കുക്കു ഇന്ന് മീൻ കറിയും കൂട്ടി അടിക്കട്ടെ. എന്നായിക്കോട്ടെ. ഓക്കെ ബൈ.